എല്ലാവർക്കും മറ്റൊരു ലവ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിയിലേക്ക് കിടക്കാൻ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൃത്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ സ്റ്റോറിയിൽ 2 ക്യാരക്ടേഴ്സ് ഉള്ളത്. ഒന്നാമത്തെ ക്യാരക്ടറാണ് അർജുൻ, രണ്ടാമത്തെ ക്യാരക്ടറാണ് മീര. ഓക്കെ, അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത് സാധാരണ ദിവസത്തിലായിരുന്നു. പക്ഷെ ആ ദിവസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണെന്ന് അവരൊരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ അവർ ചെറിയതായി സംസാരിക്കും. ഫുഡ് കഴിച്ചോ, എവിടെയാണ്, ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള ചെറിയ മെസ്സേജസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പതിയെ ആ ചെറിയ കോൺവെർസേഷൻ അവരുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഭാഗമാവാൻ തുടങ്ങി. അർജുനെ മീരയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, മീരയ്ക്കും അവനിഷ്ടമായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നു. അർജുൻ തൻ്റെ ഫീലിങ്സ് തുറന്നു പറയില്ലായിരുന്നു. പക്ഷേ മീര പലപ്പോഴും ചോദിക്കും, എനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളത്. പക്ഷേ എന്നാൽ പോലും അർജുൻ ചിരിച്ചുകൊണ്ട് മറുപടി പറയും, ഒന്നുമില്ല എന്നുള്ളത്. അവൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ പറയാനൊരു മടി മാത്രം. ഞാൻ പറഞ്ഞാൽ അവൾ എന്നെ തെറ്റിദ്ധരിക്കുമോ? ഞാൻ കൂടുതൽ കെയർ കാണിച്ചാൽ അവൾക്ക് ബോറാകുമോ? അങ്ങനെ ഓരോ തവണയും അവൻ പറയാനുള്ളത് മാറ്റിവെച്ചു. ഒരു ദിവസം മീരയ്ക്ക് അർജുൻ്റെ ബിഹേവിയർ മാറിയതായി തോന്നി. മെസ്സേജുകൾ കുറഞ്ഞു, കോൾ ചെയ്യാനും ഉള്ള ടെൻഡൻസി കുറഞ്ഞു. അവൻ ബിസിയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മീര ചോദിച്ചു, എന്താണ് അർജുൻ, നീ പഴയതുപോലെ സംസാരിക്കാത്തതെന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞു, ഒന്നുമില്ല, കുറച്ച് ബിസിയാണ്. അത് സത്യമായിരുന്നില്ല. അവൻ അവളെ നഷ്ടപ്പെടുമോ എന്ന പേടിയിലായിരുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ ആ പേടി തന്നെ അവനെ അവളിൽ നിന്ന് അകറ്റിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് പോയപ്പോൾ മീര ഒരു മെസ്സേജ് അയച്ചു, നമുക്കൊരു ഡിസ്റ്റൻസ് വേണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അർജുൻ ആ മെസ്സേജ് ഒരുപാട് നേരം നോക്കിയിരുന്നു. അവൻ എന്ത് റിപ്ലൈ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അവസാനം അവനൊരു വാക്ക് മാത്രം മെസ്സേജ് അയച്ചു, ഓക്കെ എന്നുള്ളത്. അത് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. കാരണം അവൻ പറയേണ്ടിരുന്നത് പോകരുത് എന്നായിരുന്നു. എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ ഇഷ്ടമില്ല എന്നുകൂടിയായിരുന്നു. എൻ്റെ ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അത് പറയാൻ എനിക്ക് പേടിയായിരുന്നു എന്നുള്ളതും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ പറയാൻ ഉണ്ടായിട്ട് പോലും അവനത് പറയാൻ തയ്യാറായിരുന്നില്ല. കാരണം അവന് ഭയമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ മാസങ്ങൾ അങ്ങനെ കടന്നു പോകാൻ തുടങ്ങി. അപ്പം അർജുൻ പതിയെ മനസ്സിലാക്കി, ലവ് ഉണ്ടാകുന്നത് മാത്രം പോരാ, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അറിയണം എന്നുള്ളത്. നമ്മൾ ഒരാൾ എത്ര സ്നേഹിച്ചാലും അവർക്ക് അതറിയില്ലെങ്കിൽ അവർ നമ്മുടെ മനസ്സ് വായിക്കണമെന്നില്ല. ഒരു ദിവസം അർജുൻ തൻ്റെ പഴയ മെസ്സേജ് നോക്കി. മീര അയച്ചിരുന്ന ഒരു മെസ്സേജ് അവൻ ശ്രദ്ധയിൽപ്പെട്ടു. നിനക്ക് എന്നോട് സംസാരിക്കാൻ തോന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ മനസ്സിലാക്കാം എന്നുള്ളത്. അപ്പോൾ അവന് അത് മനസ്സിലായി. മീരയ്ക്ക് വേണ്ടിയിരുന്നത് വലിയ പ്രോമിസ് ഒന്നുമല്ലായിരുന്നു. അവൾക്ക് വേണ്ടിയിരുന്നത് ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളെ സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിക്ക് ശേഷം ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈകുന്നേരത്തിലേക്ക് പോവാം. ഓക്കെ, അതായത് ചിലപ്പോൾ നമ്മൾ ഒരാളെ നഷ്ടപ്പെടുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, ഓക്കെ, പറയേണ്ട സമയത്ത് പറയാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അർജുൻ കാണിച്ചത് എന്താണ്? ബിഗ് മിസ്റ്റേക്കാണ്, പറഞ്ഞില്ല. ആ പറയാത്തത് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്കൊരാളെ ആത്മാർത്ഥമായി ഇഷ്ടമാണെങ്കിൽ ഒരിക്കലും പറയാൻ മടിക്കരുത് എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്.
പിന്നീട് അവർ പോയി കഴിഞ്ഞിട്ട് നമ്മളത് ആലോചിച്ചിട്ടിരുന്നിട്ട് കാര്യമില്ല. പോയി കഴിഞ്ഞിട്ട് നമ്മൾ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ പിന്നീട് അവരെ വിളിക്കാൻ ട്രൈ ചെയ്തിട്ടോ കാണാൻ ട്രൈ ചെയ്തിട്ടോ യാതൊരു കാര്യം ഉണ്ടാവുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ അതിനൊപ്പം മറ്റൊരാളുടെ ഫീലിങ്സിനും ബൗണ്ടറീസിനും റെസ്പെക്ട് നൽകാനും മടിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഈ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഒരാളെ സ്വന്തമാക്കുന്നത് മാത്രമല്ല, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കൂടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി നിങ്ങളോട് ചോദ്യം ചോദിക്കാം, നിങ്ങൾക്കും ഇങ്ങനെ പറയാതെ പോയ ലവ് സ്റ്റോറി വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ ഈ സ്റ്റോറിയിൽ കണ്ടന്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അത്ര നല്ല അവസരം നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ ഈ സ്റ്റോറിയും നാളെ കാണാൻ പോകുന്ന മറ്റൊരാൾക്ക് ഇൻസ്പയറിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വലിയൊരു പാഠമായിട്ടോ തോന്നാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഥ അല്ലെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.